ക്യാൻസർ അവയർനെസ് ഡേക്ക് എല്ലാ ഇനീഷ്യേറ്റീവും കൊടുക്കുന്ന സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ മഞ്ഞുമലിന് ആദ്യമേ തന്നെ, പ്രത്യേകിച്ച് ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റിന് ആദ്യമേ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. സ്ത്രീകൾ അവരുടെ കെയറിനെ കുറിച്ച് മറന്നുപോകും. അതാരെങ്കിലും അവരെ ഓർമ്മിപ്പിക്കണം. അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മഞ്ഞുമൽ ഹോസ്പിറ്റലിൽ എനിക്ക് തോന്നുന്നു അത് വളരെ ഹോസ്പിറ്റലും ഡോക്ടറും നല്ലതുപോലെ ഹാർമോണിയസ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പറഞ്ഞു ഹോസ്പിറ്റലും ക്യാൻസർ കെയറിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന കെയറും അതുപോലെ തന്നെ പ്രിവിലേജസും. ക്യാൻസർ എന്ന വാക്കിനെ കുറിച്ച് ചിന്തിക്കരുതെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ചിന്തിക്കരുത്. ഇത് ഇന്ന് ലൈഫ് സ്റ്റൈലിൻ്റെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്ന പോലെ തന്നെ ക്യാൻസർ ആയി കഴിഞ്ഞു. പക്ഷേ അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ട്രീറ്റബിൾ ആണ്. അതിൻ്റെ ഏർലി ഡിറ്റക്ഷൻ നടക്കുവാണെങ്കിൽ നമുക്ക് 100% അല്ലെങ്കിൽ 99% ക്യൂറബിൾ ആയിട്ടുള്ള ഒന്നാണ് ക്യാൻസർ. അപ്പോൾ ക്യാൻസറിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ ഫിസിയോളജിക്കൽ കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞു. എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം മനസ്സുമായിട്ട് ഇതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, എങ്ങനെ നമുക്കിതിനെ മാനസികമായിട്ട് ഓവർകം ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും എല്ലായിടത്തും പറയുന്ന ഒരു ഉദാഹരണം, ഒരു ജീവിത ഉദാഹരണമാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വനിതാ ജേർണലിസ്റ്റ് ലീല മേനോൻ. നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. 86 വയസ്സ് വരെ ജീവിച്ചു. 40കൾക്ക് മുമ്പ് ക്യാൻസർ വന്ന, അതായത് 90കളിൽ ക്യാൻസർ വന്ന, അതായത് 90കളുടെ ആരംഭത്തിൽ ക്യാൻസർ വന്ന ആളായിരുന്നു ലീല മേനോൻ. അന്നത്തെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ പോലെ കീമോ ഒരു ഇഞ്ചക്ഷൻ പോലെയല്ല. റേഡിയേഷൻ ടേബിളിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 24 മണിക്കൂർ അനങ്ങാതെ ശരീരം ഒന്നും അനക്കാതെ കിടക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ സുഹൃത്തുക്കളൊക്കെ ചെന്നിട്ട് കഥകളും കവിതകളും ഒക്കെ വായിച്ചു കേൾക്കും. നമ്മുടെ സുഗതകുമാരി ടീച്ചർ ലീല മേനോൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. അപ്പോൾ ടീച്ചർ ചെന്നിട്ടിങ്ങനെ ആർട്ടിക്കിൾസും ഒക്കെ വായിച്ചു കൊടുക്കും. അപ്പോൾ അന്ന് 14 വർഷത്തിലൊരിക്കൽ വിരിയുന്ന നമ്മുടെ പൂക്കളുണ്ടല്ലോ, നീലക്കുറിഞ്ഞിയെ കുറിച്ചൊരു ആർട്ടിക്കിൾ വന്നു. അപ്പം ലീല മേനോനെ കുറിച്ച് തന്നെ പറയുന്നത് ഒരു നേച്ചർ ജേർണലിസ്റ്റ് എന്നാണ് പുള്ളിക്കാരത്തെ കുറിച്ച് പറയുന്നത്. അപ്പം ഇത് സുഹൃത്ത് വായിച്ച് കേട്ടപ്പോൾ ഈ ഒരു റേഡിയേഷൻ ടേബിളിൽ കിടന്നുകൊണ്ട് 90ൻ്റെ ആരംഭകാലത്ത് ക്യാൻസർ എന്ന് കേട്ടാൽ, ഒരാൾക്ക് ക്യാൻസർ വന്നെന്ന് പറഞ്ഞാൽ പിന്നെ എപ്പോൾ പെട്ടി വാങ്ങിക്കണം എന്ന് ചോദിക്കുന്ന കാലഘട്ടത്തിൽ ലീല മേനോൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ആ ആർട്ടിക്കിൾ കേട്ടതിന് ശേഷം, സാരമില്ല, ഇത് കുറച്ചുകൂടെ ഭംഗിയായിട്ട് വർണ്ണിക്കാമായിരുന്നു, കുറച്ചുകൂടെ ഭംഗിയായിട്ട് എഴുതാമായിരുന്നു, സാരമില്ല, അടുത്ത പ്രാവശ്യം നീലക്കുറിഞ്ഞി പൂക്കുമ്പോൾ ഞാൻ എഴുതിക്കോളാം. എന്താ പറഞ്ഞത്? അടുത്ത പ്രാവശ്യം നീലക്കുറിഞ്ഞി പൂക്കുമ്പോൾ ഞാൻ എഴുതിക്കൊള്ളാം. എപ്പോഴാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നത്? 14 വർഷത്തിന് ശേഷം. എവിടെയാണ് കിടക്കുന്നത്? റേഡിയേഷൻ ടേബിളിൽ. അപ്പോൾ ഇതാണ് നമ്മൾക്ക് വേണ്ടുന്ന, ഒരു സർവൈവർക്ക് വേണ്ടുന്ന മെൻറ്റാലിറ്റി. ഞാൻ മൈൻഡിനെ കുറിച്ച് വലിയ തിയറി ഒന്നും പറയുന്നില്ല. തിയറി ഒന്നും പറഞ്ഞാൽ നമുക്ക് തലയിൽ നിൽക്കത്തില്ല. ഈ ഒരു അനുഭവം മാത്രം മതി. നമുക്ക് ഇതായിരിക്കണം നമ്മളുടെ മെൻറ്റാലിറ്റി. അത് കഴിഞ്ഞിട്ടും ലീല മേനോൻ്റെ കുറേ ഇൻ്റർവ്യൂസ് ഞാൻ കേട്ടപ്പോൾ മനസ്സിലായി, ആ റേഡിയേഷൻ ടേബിളിലായിരുന്നപ്പോഴും അവരെന്തായിരുന്നു ചിന്തിച്ചു കൊണ്ടിരുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ ഏത് ആർട്ടിക്കിളാണ് എഴുതാൻ പോകുന്നത്? മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ എഴുതണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇവിടുന്ന് ഇറങ്ങിയാൽ ഉടനെ ഞാൻ എഴുതും. കുറച്ച് നോക്കി ആയപ്പോൾ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിൽ തന്നെ ഹിന്ദുവിന് വേണ്ടി ആർട്ടിക്കിൾസ് എഴുതുമായിരുന്നു. അന്നത്തെ എഡിറ്റർ പറഞ്ഞു, ലീല, ഡെഫിനറ്റ്ലി യു വിൽ കം ബാക്ക്. ഈ ആർട്ടിക്കിൾ കണ്ടിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഡെഫിനറ്റ്ലി യു വിൽ കം ബാക്ക്, നീ തിരിച്ചു വരും, കാരണം നിന്റെ വാക്കുകളിലുണ്ട് ആ ശക്തി. അപ്പം മനസ്സ് പറയുന്നത് ശരീരം കേൾക്കും. നമ്മുടെ ശരീരത്തെക്കാളും ഒത്തിരി പവർഫുള്ളാണ് മൈൻഡ്. അപ്പോൾ ആ മനസ്സിനെ നമ്മൾ ശക്തിപ്പെടുത്തുവാണെങ്കിൽ, ഹോപ്പ്, ഡോക്ടർ എന്നോട് പറഞ്ഞു ഹോപ്പിനെ കുറിച്ച് പറയണം, പ്രതീക്ഷ, പ്രത്യാശ. എൻ്റെ മകൻ്റെ പേര് പ്രത്യാശ എന്നാണ്. അങ്ങനെ
നമ്മൾ ആ വാക്കിന് അത്രയ്ക്ക് നമ്മൾ ഫോക്കസ് കൊടുക്കണം. നമ്മളുടെ മനസ്സിലൊരു പ്രതീക്ഷയും പ്രത്യാശയും ഉണ്ടെങ്കിൽ നമ്മളുടെ ഡോക്ടേഴ്സ് തരുന്ന മരുന്നുകളിൽ നമ്മളുടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ 100% ഇഫക്റ്റീവ് ആവും. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോഴത്തെ ഒരു റിസർച്ച് ഉണ്ട്, സ്ട്രെസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ് ഫോർ ക്യാൻസർ എന്ന് പറഞ്ഞാൽ സ്ട്രെസ്, നമ്മുടെ ഉത്കണ്ഠ, ആദി, ഇതൊക്കെ നമ്മുടെ ക്യാൻസറിൻ്റെ ഒരു ഏറ്റവും വലിയ കാരണമാണ്. ഇന്ന് ടെൻഷൻ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ടെൻഷൻ ഒട്ടുമേ ഇല്ല, ഞാൻ വളരെ സന്തോഷവതിയാണ്, സന്തോഷവാനാണെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? കാണാനുള്ള ആഗ്രഹം ഉണ്ടോ? ഇല്ലല്ലേ? ഇപ്പം നമുക്ക് ടെൻഷൻ ഉണ്ട്. ടെൻഷൻ ഉണ്ടാകുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ ടെൻഷനെ മാനേജ് ചെയ്യാൻ പഠിക്കണം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്രതീക്ഷയും പ്രത്യാശയും നമ്മളുടെ ഓരോ നിമിഷത്തിലും നിറഞ്ഞു നിൽക്കണം. ഇന്നത്തെ ഏറ്റവും വലിയൊരു സൈക്കോ തെറാപ്യൂട്ടിക്കൽ അപ്രോച്ചാണ് മൈൻഡ്ഫുൾ തെറാപ്പി എന്ന് പറയും. മൈൻഡ്ഫുൾ തെറാപ്പി ബേസ്ഡ് ഓൺ സ്ട്രെസ് റിഡക്ഷൻ എന്ന് പറയുന്ന MBSR എന്ന് പറയുന്ന ഒരു വലിയ തെറാപ്യൂട്ടിക്കൽ അപ്രോച്ച് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ നിമിഷവും ഈ നിമിഷത്തെ പുൽകാമെങ്കിൽ നമ്മളുടെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കുറയും. പക്ഷെ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴും നമ്മുടെ ചിന്ത ഇതെപ്പോൾ കഴിയും അല്ലേ? അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം എന്ത് ഭക്ഷണം വെക്കണം. അപ്പം നഴ്സിംഗ് സ്റ്റുഡൻസ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. ഇവരുടെ ചിന്ത ഇത് കഴിഞ്ഞിട്ട് ക്ലാസ് ഉണ്ടായിരിക്കുമോ, അതോ ഫ്രീ ആയിരിക്കുമോ? ഇങ്ങനെ പല പല ചിന്തകൾ നമ്മളുടെ തലയിൽ കൂടെ പോയിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾക്ക് ഈ നിമിഷത്തെ പുൽകാൻ ഇന്ന് പറ്റുന്നില്ല. പലപ്പോഴും നമ്മൾ നമ്മളുടെ പാസ്റ്റിലുണ്ടായ ബുദ്ധിമുട്ടുകളിൽ ഇങ്ങനെ കിടക്കുകയായിരിക്കും. ഇല്ലെങ്കിൽ നമ്മളുടെ ഫ്യൂച്ചർ, നമ്മളുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് ആൻസൈറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ രോഗം വന്നു, ശരിയാണ്, ഈ രോഗത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, ഇനി ഞാൻ എത്ര നാൾ ജീവിച്ചിരിക്കും. എനിക്കൊരു വളരെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത്, ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ട്. അവൾ ഇങ്ങനെയാണ് പറയുന്നത്, സിജിയ, ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, രാവിലെ ഉണരുമ്പോൾ ഹായ്, ഈ ഒരു ദിവസത്തോടെ എനിക്ക് കിട്ടിയല്ലോ. എങ്ങനെ? ഹായ്, എനിക്ക് ഇന്ന് ഈ ദിവസത്തോടെ കിട്ടിയല്ലോ. ഞാൻ ഒരിക്കലും നാളെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഇന്നലകളിൽ എനിക്ക് ക്യാൻസർ വന്നു എന്നും ചിന്തിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെ ഈ ഹോപ്പ്, പ്രതീക്ഷ കൊണ്ട് നടക്കണമെങ്കിൽ, നമ്മൾ മൈൻഡ്ഫുൾ ആകണമെങ്കിൽ, ഒരു ചായ കുടിക്കുമ്പോൾ ആ ചായയുടെ എല്ലാ രുചിയും ഗന്ധവും മണവും എല്ലാം ആസ്വദിച്ച് കുടിക്കണമെങ്കിൽ എന്താവണം? നമ്മൾ ആ നിമിഷത്തെ പുൽകണം. അങ്ങനെ ആ നിമിഷങ്ങളെ നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് ഈ നിമിഷം ജീവനോടിരിക്കാൻ എനിക്ക് പറ്റുന്നു എന്നുള്ള ആ സത്യത്തെ പുൽകിക്കൊണ്ട് ഈ നിമിഷത്തെ എൻജോയ് ചെയ്തുകൊണ്ട് പ്രതീക്ഷ നമ്മളുടെ മനസ്സിൽ നിറച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഏത് ക്യാൻസറിനെയും അതിജീവിക്കാനുള്ള ശക്തി നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ക്യാൻസർ വരുന്ന രോഗികളുടെ കൂടെയാണ് ക്യാൻസർ രോഗികളെ ശുശ്രൂഷിക്കുന്ന വീട്ടുകാർ. പലപ്പോഴും ഞങ്ങൾ ഏറ്റവും കൂടുതൽ സർവീസ് കൊടുക്കുന്ന ക്യാൻസർ പേഷ്യൻസിൻ്റെ കെയർ ടേക്കേഴ്സിനാണ്. അവരുടെ ഇങ്ങനെ ദിവസം പോകുന്തോറും അവരുടെ മെൻ്റൽ ഹെൽത്ത് ഇങ്ങനെ താന്നു വരും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ പ്രതീക്ഷയുടെ നാളങ്ങൾ. അത്തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ആത്മയെ കോണ്ടാക്റ്റ് ചെയ്യാം. ഞങ്ങൾ ഏത് സമയത്തും ഓൺലൈനിൽ, അതിനുവേണ്ടി നിങ്ങൾ യാത്ര ചെയ്ത് അവിടെ വരെ വരണം എന്നില്ല. ഓൺലൈനിൽ ഞങ്ങൾ വേണ്ടുന്ന സൈക്കോളജിക്കൽ കെയറും സൈക്യാട്രിക് കെയറും ഒക്കെ നൽകുന്നതായിരിക്കും. അപ്പോൾ എന്നെ ഇങ്ങനെ ഒരു അവസരത്തിൽ ക്ഷണിച്ച മഞ്ഞുമൽ ഹോസ്പിറ്റലിനോടും ഡോക്ടർ തോമസ് വർഗീസിനോടും ഉള്ള എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ജീവിതത്തിൽ ഈ നിമിഷങ്ങളെ പുൽകിക്കൊണ്ട് പ്രതീക്ഷ മനസ്സിൽ വളർത്തിക്കൊണ്ട് ഏറ്റവും സമാധാനത്തോടെ സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. താങ്ക് യു.